യുടെ ബഹുമാനപ്പെട്ട പ്രോട്ടോ സെന്റ് ലൂസ് മോൺസിഞ്ഞോർ തരത്തിൽ ബഹുമാനായ പ്രൊക്രേഷൻ, മറ്റ് വൈദികരെ, മാതാപിതാക്കളെ, യുവതീ-യുവാക്കന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മളുടെ രൂപതയിലെ വലിയൊരു ഇടവക ദേവാലയമാണിത്. ടൗൺ പള്ളി. ഇവിടെ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ നടുവിൽ പരിശുദ്ധമായ വിവാഹമെന്ന കുദാശ പരികർമ്മം ചെയ്യുകയാണ്. നമുക്ക് സുപരിചിതമായ സ്ഥലവും വീട്ടുകാരുമൊക്കെയാണ് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത്. സിജോ തോമസും അനീറ്റ റഷ്യയും തമ്മിലുള്ള വിവാഹമാണ്. സഭയുടെ വലിയൊരു ആഘോഷമാണ് വിവാഹ ആഘോഷം. അത് നമ്മൾ വായിച്ചു കേട്ടതുപോലെ ഈശോയും വധുവായ സഭയും തമ്മിലുള്ള ബന്ധമാണ്. അതിൻ്റെ ഒരു ഉറപ്പിക്കലാണ് ഓരോ വിവാഹവും. വെളിപാട് പുസ്തകത്തിൽ വധുവായ സഭയെ വരനായ മണവാളനായ ഈശോ സ്വർഗീയ മണവറയിൽ സ്വീകരിക്കുന്ന, ലോകാന്ത്യത്തിൽ നടക്കുന്ന ആ വലിയ സംഭവത്തിൻ്റെ പുണ്യാസ്വാദനമാണ് ഇവിടെ സിജോ അനിറ്റയെ വധുവായി സ്വീകരിക്കുമ്പോൾ. ഈശോയാണ് ശിരസ്, ഭർത്താവാണ് ശിരസ്. ഈശോ സഭയുടെ ശിരസ്സാണ്, ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. വിശുദ്ധ പൗലോസിൻ്റെ അതീവ സുന്ദരമായ ദിവ്യശാസ്ത്ര നിബിഡമായ ചിന്തകളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിൻ്റെ അർത്ഥം വിവാഹം ഒരു മിസ്റ്റിക്കൽ യൂണിയനാണ്. അതാണല്ലോ മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. രണ്ട് മനസ്സുകളും, രണ്ട് ഹൃദയങ്ങളും, രണ്ട് ആത്മാക്കളും, രണ്ട് ശരീരങ്ങളുമായിട്ടുള്ളവർ ഒന്നായിട്ട് ഏകമനസ്സോടെ ജീവിക്കാനും പെരുമാറാനുമുള്ള സമ്മതമാണ്, കൺസെൻ്റാണ് ഈ കുർബാന മധ്യേ ഇവർ നൽകുന്നത്. ഇത് വളരെ പ്രയാസം പിടിച്ച ഒരു കാര്യമാണ്, എളുപ്പമുള്ള കാര്യമല്ല. ഒറ്റ ശരീരമാവുക, ആഴമായ സ്നേഹബന്ധം, കത്തി ജ്വലിച്ച് നിൽക്കുന്ന സ്നേഹം വേണം എന്നാണ് ഇതിന് പിന്നിലുള്ള ചിന്ത. നമുക്ക് റാത്തും എത്തു കൊൺസുമാത്തും വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ജനിക്കുമ്പോൾ ആ കുട്ടികളാണ് ഒറ്റ ശരീരം. നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും ഒറ്റ ശരീരം ഈ കുഞ്ഞുങ്ങളിലാണ്. കർത്താവ് കനിഞ്ഞു നൽകിയ കൃപയാണ് വിവാഹമെന്ന കുദാശയും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും. ഈ ബന്ധത്തെ ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ പള്ളി, ഈ അൾത്താര, വിവാഹമെന്ന കുദാശയുടെ പരികർമ്മം, പരിശുദ്ധ കുർബാന, തിരുവചന സന്ദേശം, മനസ്സിൻ്റെ സമ്മതം പറയൽ, ഇതെല്ലാമാണ്. എന്ന് പറഞ്ഞാൽ കുർബാനയോടും കുദാശകളോടും നമ്മുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഐക്യം നമുക്ക് മനസ്സിലാകുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ, കുർബാനയിൽ നിന്ന്, തിരുവചനത്തിൽ നിന്ന്, സന്ധ്യാപ്രാർത്ഥനയിൽ നിന്നൊക്കെ നമ്മൾ അകലുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുകയാണ്. ആ മിസ്റ്റിക്കൽ യൂണിയൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റാത്തതുപോലെ മാറിപ്പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരുമിപ്പ് നിങ്ങൾ
മറ്റുള്ളതെല്ലാം വിട്ടുകളഞ്ഞിട്ടാണ്. ഭാര്യ അവളുടെ പിതൃഗ്രഹത്തെ മറന്നു കളഞ്ഞുകൊണ്ടാണ്. ഭർത്താവ് മാതാപിതാക്കളിൽ നിന്ന് വിട്ട് മാറി നിന്നുകൊണ്ടാണ്. അതാണ് അതിനകത്ത് ത്യാഗം. ഒരു സമർപ്പിത വ്രതങ്ങൾ എടുക്കുന്നതിനേക്കാൾ പ്രയാസമുള്ളൊരു കാര്യമാണിത്. മാതാപിതാക്കളിൽ നിന്ന് വിട്ടുനിൽക്കണം, പിതൃഗ്രഹത്തെ മറന്നു കളയണം. ഈ വിടുതലും ഈ മറവിയുമാണ് അടിസ്ഥാനപരമായ ഈ കുദാശയുടെ ശിലകൾ. അപ്പോഴാണ് ഒരു പുതിയ കുടുംബത്തിൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രത്യേകത എല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഹാബിറ്റായിട്ട് മാറണം. പലപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മൾ ഒരേ കൊന്തയല്ലേ ചെല്ലുന്നത്, എല്ലാ ദിവസവും ചെല്ലുന്നത്. ഈശോ ചെയ്തതും അങ്ങനെയാണല്ലോ. അവൻ മാറി നിന്ന് അതേ വാക്കുകൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. ഓരോ ദിവസവും പുത്തൻ പ്രാർത്ഥനകൾ നമുക്ക് തരികയല്ലായിരുന്നു. അതേ വാക്കുകൾ ഉപയോഗിച്ച് ഈശോ പ്രാർത്ഥിച്ചു. നമ്മൾ ഒരേ കുർബാനയാണ് എല്ലാ ദിവസവും അർപ്പിക്കുന്നത്. പക്ഷേ ഓരോ കുർബാനയും പുത്തൻ കുർബാനയാണ്. നമ്മുടെ മനസ്സ് അതിനോട് ചേർത്ത് വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അങ്ങനെ പറയുന്നത്. ശ്രവിക്കപ്പെടാതെ പോകുന്ന തിരുവചനങ്ങൾ വലിയ നഷ്ടമാണ്. വായിക്കപ്പെടാതെ ഇരിക്കുന്ന ബൈബിള് വലിയ നഷ്ടമാണ്. തിരുവചനം വളരുന്നത് വായിക്കുന്നവരിലൂടെയാണ്. കും ലെജൻഡിബും, വായിക്കുന്നവരിലൂടെയാണ് തിരുവചനം വളരുന്നത്. സന്ധ്യകളിൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ സഭയ്ക്ക് സ്വരമില്ലാതെ പോവുകയാണ്. സഭ ഭൂമിയെപ്പോലെ ആവുകയാണ്. തിരുവചനം വായിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതിരിക്കുകയാണ്. അങ്ങനെയെല്ലാം പ്രതിസന്ധികൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുടുംബങ്ങൾ നീങ്ങുന്നത്. നമ്മുടെ രൂപത താരതമ്യേന ദൈവാനുഗ്രഹത്താൽ വളരെ വ്യത്യസ്തമായ മാനങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സന്ധ്യാ പ്രാർത്ഥനയൊന്നും ഒട്ടുമില്ലാത്ത ഏതെങ്കിലും വീടുണ്ടെന്ന് എനിക്ക് സംശയം. അതെല്ലാം നമ്മളുടെ ഒരു ഹെറിറ്റേജാണ്. ഒരു വീട് പോലും അങ്ങനെ ഊമയായിട്ട് സ്വരമില്ലാതെ, പ്രാർത്ഥനയുടെ സ്വരമില്ലാതെ പോകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദമ്പതികൾ തമ്മിൽ കത്തിപ്പടരുന്ന സ്നേഹമാണ് വേണ്ടതെന്ന് സഭയുടെ പിതാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏത് പ്രതിസന്ധികളിലും അവരുടെ മ്യൂച്വൽ സപ്പോർട്ട് ഇതാണല്ലോ. ഭാര്യ വീട്ടിൽ വിളഞ്ഞ് കിടക്കുന്ന മുന്തിരിവള്ളിയാണ്. മുന്തിരിവള്ളി കവുങ്ങ് പോലെ തെങ്ങ് പോലെ വളർന്നു പോവുകയില്ല. അതിന് പന്തൽ വേണം, അതിനെ താങ്ങി നിർത്താൻ ആൾ വേണം. അതുകൊണ്ടാണ് പ്രതീകാത്മകമായിട്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ സൈറ്റ് മുളകൾ പോലെയാണ്. ഒരു വലിയ വനത്തിലെ ഔഷധച്ചെടികൾ പോലെയാണ്. എന്നും നിലനിൽക്കുന്നത് ഗുണമേന്മയുള്ള ഔഷധച്ചെടിയാണ്. സൈറ്റ് മുളകൾ പോലെ മേശയ്ക്ക് ചുറ്റും കുട്ടികൾ. എന്ത് വലിയൊരു ഭാഗ്യമാണ്. വിവാഹം വഴി കൂടുതൽ കുട്ടികൾ ഉണ്ടാകാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. വലിയ കുടുംബങ്ങളായിരുന്നു നമ്മുടെ കുടുംബങ്ങളെല്ലാം. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന ഒരുവിധം പ്രായമുള്ളവരൊക്കെ 6, 7, 8, 10 മക്കളുള്ള കുടുംബത്തിലെ അംഗങ്ങളാണ്. വലിയ കുടുംബം കർത്താവിൻ്റെ ചിന്തയിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. ആദ്യത്തെ ടെസ്റ്റമെൻ്റ്, ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് നമ്മൾ പറയുന്നത് എല്ലാം കല്യാണങ്ങളുടെ ചരിത്രമാണ്. അവിടെയുള്ള പൂർവ്വ പിതാക്കന്മാർ, പൂർവ്വ മാതാക്കൾ, അവരുടെ ചരിത്രമാണ്. അവർ ഭാര്യമാരെ അന്വേഷിച്ച് പോകുന്നതിൻ്റെ ചരിത്രമാണ്. ഒരുപാട് അവർ യാത്ര ചെയ്തു ഭാര്യയെ കിട്ടാൻ വേണ്ടി. ഷിജോയും അങ്ങനെയാണല്ലോ ചെയ്തത്. ഇവിടുന്ന് കാനഡ വരെയും പോകേണ്ടി വന്നു. പൂർവ്വപിതാക്കന്മാർ ചെയ്തതാണ്.
നല്ലൊരു പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി അവർ നടത്തിയ യാത്രകൾ അത്ഭുതകരമായ കാര്യമാണ്. അവരുദ്ദേശിക്കുന്ന പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി അവരെടുക്കുന്ന ത്യാഗങ്ങൾ, അതാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി. സ്നേഹം മാത്രമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രൂഡ് ഓയിൽ വളരെ വേഗത്തിൽ കത്തുന്നതല്ലായിരിക്കാം, മണ്ണെണ്ണയും പെട്ടെന്ന് കത്തുമെന്ന് ഒക്കെ നമ്മൾ പറഞ്ഞാലും അതൊരു സമയമെടുത്തൊക്കെ മണ്ണെണ്ണയും കത്തുള്ളൂ. പെട്രോൾ കുറേ കൂടെ ഭേദമായിരിക്കും, ഡീസൽ ചിലപ്പോൾ അതിലും ഭേദമായിരിക്കും, ഗ്യാസ് ഇവിടെ ഉരച്ചാൽ അവിടെ കത്തും. അങ്ങനെ കത്തി ജ്വലിക്കുന്ന സ്നേഹമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വേണ്ടത്. ആ ജ്വലനമാണ് ഈ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ജ്വലനത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, അവരെ നമ്മൾ വളർത്തുന്നത്, അവരെ നമ്മൾ നോക്കിപ്പാർത്തിരിക്കുന്നത്. മേലധ്യക്ഷപട്ടം സ്വീകരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയിലെ ഒരു ഇരടി മക്കളോടൊത്ത് ഉല്ലസിക്കുന്ന അമ്മമാര് എന്നാണ്. അതാണ് സഭയുടെ ഏറ്റവും വലിയ ഉല്ലാസം, സന്തോഷമായിട്ട് കാണുന്നത്. ഒരു സങ്കീർത്തന വചനമാണ്, മക്കളോടൊത്ത് ഉല്ലസിക്കുന്ന അമ്മമാര് എന്നുള്ള ഇൻറ്റോണേഷൻ കൊടുത്തിട്ടാണ് പ്രധാനപ്പെട്ട ഗീതങ്ങളിലേക്കെല്ലാം ചെല്ലുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഇവിടെ ഇന്ന് നമ്മൾ സഭയായിട്ട് ഒന്നിക്കുന്നത്. വലിയൊരു സഭയാണ് ഇവിടെ ഒന്നിച്ചിരിക്കുന്നത്. ശക്തമായ ഒരു പ്രാദേശിക സഭയുടെ പ്രാതിനിധ്യം ഇവിടെയുണ്ട്. ആ ഒരു നിലപാടാണ് നമ്മുടെ മക്കൾക്ക് ഏറ്റവും വലിയ ബലം എന്ന് ഞാൻ കരുതുകയാണ്. ഒരമ്മയാണ് കുട്ടികൾ വായിച്ചെടുക്കേണ്ട ഏറ്റവും നല്ല പുസ്തകം, അപ്പനാണ് ഏറ്റവും നല്ല അധ്യാപകൻ. അതുകൊണ്ടാണ് അപ്പൻ്റെയും അമ്മയുടെയും റോളുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രൂപതകളിലൊക്കെ പിതൃവേദി, മാതൃവേദി, ഫാമിലി അപ്പോസ്റ്റലേറ്റ്, ഇതെല്ലാം നിങ്ങളൊക്കെ ഇതിനകത്ത് അംഗങ്ങളാണ്. നിങ്ങൾ പലരെയും ഞാൻ അത്തരം മീറ്റിങ്ങുകളിൽ ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മൂല്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് ഇന്ന് ഈ വിവാഹത്തിനായിട്ട് ഇവിടെ നമ്മൾ ഒന്നിക്കുന്നത്. സഭയുടെ പ്രാർത്ഥനകളാണ് നമ്മൾ അർപ്പിക്കുന്നത്. സഭയോട് ചേർന്ന് സഭയുടെ മനസ്സ് വായിച്ചെടുക്കുന്ന ക്രമമാണിത്. ഖലീൽ ജിബ്രാളിൻ്റെ ഒരു കവിതയിൽ ഒരു മരത്തെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അനേകര് എൻ്റെ കമ്പ് വെട്ടി കുരിശുകളുണ്ടാക്കി. പല അവസരങ്ങളിലെല്ലാം നമ്മൾ കുരിശുകളുണ്ടാക്കുമല്ലോ. അനേകര് എൻ്റെ കമ്പുകൾ വെട്ടി കുരിശുകളുണ്ടാക്കി, പക്ഷെ ആരും മറ്റൊരു ക്രിസ്തുവായിട്ട് മാറിയില്ലല്ലോ. ഈ കുരിശുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടും ആരും ഈശോയെപ്പോലെ ആയി തീർന്നിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം വിലപിക്കുകയാണ്. അതാണ് അടിസ്ഥാനപരമായ ചോദ്യം. നമ്മൾ വിവാഹം കഴിക്കുന്നു, നിരന്തരം നമ്മൾ ആ സ്നേഹത്തിൽ വളരുമ്പോഴാണ് ഈശോയെപ്പോലെ സഭ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ദമ്പതികളായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. ആൾത്തർ ക്രിസ്തുസ്, ആൾത്തര എക്ലീസിയ എന്ന് രണ്ട് പദങ്ങൾ ദൈവശാസ്ത്രത്തിൽ പിതാക്കന്മാരും സ്കോളാസ്റ്റിക് പണ്ഡിതന്മാരും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഈശോയെപ്പോലെ, സഭയെപ്പോലെ, അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തു, മറ്റൊരു സഭ. ആൾത്തർ ക്രിസ്തുസ്, ആൾത്തര എക്ലീസിയ. അത് ഭർത്താവ് ആൾത്തർ ക്രിസ്തുസ്, ഭാര്യ ആൾത്തര എക്ലീസിയ. അതാണല്ലോ ബന്ധം. ഭാര്യയും ഭർത്താവും, മിശിഹായും സഭയും
ദൈവം തന്ന അടിസ്ഥാനപരമായ ചിന്തകൾ, തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കാനായിലെ തിരുവചനമാണ് നമ്മൾ വായിച്ചത്. കാനായിലെ കല്യാണത്തിൽ ഈശോയെ അവർ സ്വീകരിച്ചപ്പോൾ വറ്റി വരണ്ട് ഉണങ്ങിയിരുന്ന കൽഭരണികളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. അതാണ് ഈശോയുടെ പുനരുത്ഥാനം. ഈശോ പറഞ്ഞല്ലോ, എൻ്റെ സമയമായിട്ടില്ല, എൻ്റെ മരണോത്ഥാനങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഞാൻ റിസുറക്റ്റഡ് ആയിട്ടില്ല, ഉത്ഥിതനാണ് ഈ കൃപയൊഴുക്കുന്നത്. ഈശോ മുൻകൂട്ടി ചെയ്ത ഒരു കാര്യമാണിത്. ഉത്ഥാനത്തിൻ്റെ ഫലം മരണത്തിന് മുൻപും ഈശോ കൊടുക്കുന്നതാണ് കാന. അതുകൊണ്ട് കാനായിലെ കല്യാണം എന്ന് പറയുന്നത് ഒരു റിസുറക്ഷൻ ടെക്സ്റ്റാണ്. ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ സ്ഥായിയായിട്ടുള്ള ഒരു വിവരണമാണ്. നിറഞ്ഞ് കവിയൽ യഹൂദന്മാർ അവരുടെ വിശുദ്ധ ഗ്രന്ഥം വഴി, നിയമാനുഷ്ഠാനം വഴി മടുത്ത് വിഷമിച്ചിരിക്കുകയാണ്. അമ്മ പറഞ്ഞത് എന്താ? അവർക്ക് വീഞ്ഞില്ല. ദേ ഹാവ് നോ വൈൻ. വീഞ്ഞ് തീർന്നു പോയൊന്നുമല്ല, അവർക്ക് വീഞ്ഞില്ല. വീഞ്ഞ് ഇവിടെ പുറത്തിരിപ്പുണ്ട്, ഈശോ മുറ്റത്തുണ്ട്. ഈശോയെ വിളിച്ചൊന്ന് അകത്ത് കയറ്റിയാൽ മതി. അതാണ് അമ്മ പറഞ്ഞത്. അവനോട് പറ. അങ്ങനെ പുതുവീഞ്ഞാകുന്ന ഈശോയെ നമ്മൾ കൂട്ടുപിടിക്കണം. ഭാര്യയും ഭർത്താവും ഈശോയും വിവാഹത്തിൻ്റെ ദൈവശാസ്ത്രപരമായ കാര്യം അതാണല്ലോ. പണ്ട് വല്യച്ഛന്മാരൊക്കെ പറയുമായിരുന്നു, ഇതാണ് മുപ്പിരിക്കയറ്. ഭാര്യയും ഭർത്താവും ഈശോയും. മുപ്പിരിക്കയറ് ആർക്കും പൊട്ടിക്കാൻ സാധ്യമല്ല, ആർക്കും പൊട്ടിക്കാൻ സാധ്യമല്ല. ആ മുപ്പിരിക്കയറാണ് ഈ വിവാഹം. കർത്താവിനെ കൂട്ടത്തിൽ നിർത്തി എപ്പോഴും നമ്മൾ ജ്വലിക്കുന്ന സ്നേഹത്തിൽ ആയിരിക്കുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാഹിക്കുകയും അങ്ങനെ നിങ്ങൾ വളർന്നു വന്ന ആ കുടുംബത്തിൻ്റെ നല്ല പശ്ചാത്തലങ്ങളെല്ലാം സ്വന്തമാക്കിക്കൊണ്ട് അതിനെ ഉപരി മഹത്വത്തിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ട ഒരു പവിത്രമായ കാര്യമാണിത്. സിജോയും അനിറ്റയും അല്ലെങ്കിൽ തോമസും ത്രേസ്യായും ഇന്ന് വിവാഹിതരാവുകയാണ്. സിജോ ഇളന്തോട്ടം ഇടവക്കാരനാണ്. ഞങ്ങൾക്ക് വളരെ പരിചയമുള്ള കുട്ടിയാണ്. രൂപതാ കേന്ദ്രത്തിലും സെയിൻറ്റ് തോമസ് കോളേജിലും ശുശ്രൂഷ ചെയ്തിരുന്നയാളാണ്. പിന്നീട് കാനഡയിൽ ജോലിക്കായിട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് രൂപതാ കേന്ദ്രത്തിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെയുള്ള അച്ഛന്മാരെല്ലാം ഇവിടെ ഇതിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു കൗതുകം തോന്നിയ കാര്യമാണ്. ഇത്രയും അച്ഛന്മാർ, അവരോടെല്ലാം സിജോയ്ക്ക് നല്ല സ്നേഹബന്ധം പുലർത്താൻ സാധിച്ചതിൻ്റെ അടയാളം കൂടിയാണ്. അങ്ങനെ നല്ല പെരുമാറ്റത്തിലൂടെ ഏവർക്കും സ്വീകാര്യനായ നല്ലൊരു കുട്ടി. അവരുടെ മാതാപിതാക്കളെയും ഞാൻ ഓർക്കുന്നു, ജോഷി, ശിശിലി, അതുപോലെ സഹോദരൻ ലിജോ. എന്നെയും ദീർഘമായ യാത്രകൾ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. മാനന്തവാടി, ബാംഗ്ലൂർ, മംഗലാപുരം, ഹൈദരാബാദ്, അവിടെയെല്ലാം എനിക്ക് പിതാക്കന്മാരുടെ കോൺസെക്രേഷനൊക്കെ പോകേണ്ടി വന്നപ്പോൾ യാത്രകളിലെല്ലാം എന്നെ കൊണ്ട് എത്തിച്ചത് സിജോയാണ്. ദീർഘമായ ദിവസങ്ങൾ അതിനൊന്നും സിജോയ്ക്ക് ഒരു മടിയില്ല, ഒരു ക്ഷീണവുമില്ല. മിണ്ടാതെ അവിടെ ഇരുന്നോളും. ഒരു ഡ്രൈവർ ഇതിനകത്ത് ഉണ്ടോയെന്ന് പോലും നമ്മൾ ചിലപ്പോൾ അറിയില്ല. അങ്ങനെ ശാന്തമായിട്ട് സിജോയി ഇരുന്നോളും, വണ്ടിയിൽ പൊക്കോളും, ഒരു കുഴപ്പമില്ല. അത് ദൈവം കൊണ്ടുപോകുന്നത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ കൃപയാണത്. നല്ല കമ്പ്യൂട്ടർ വിദഗ്ധനാണ്, ഇംഗ്ലീഷ് നന്നായിട്ടറിയാം, മലയാളം സ്വാഭാവികമായിട്ടും അറിയാമല്ലോ. അതെല്ലാം നല്ലൊരു പുത്തൻ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പണിയുന്ന ഭവനത്തിൻ്റെ നല്ല ശിലകളായിട്ട് നിന്നുകൊള്ളും. അതുപോലെ റഷ്യ, അനീറ്റ നമ്മുടെ റോലങ്ങാട് ഇടവകയാണ് അവരുടേത്. മുണ്ടിയിൽ തറവാട്ടിൽ നിന്നാണ്. സൗദി അറേബ്യയിൽ നല്ല ജോലിയുണ്ട്, സ്റ്റാഫ് നേഴ്സാണ്. അവരുടെ മാതാപിതാക്കളും ഇവിടെയുണ്ട്, വർഗീസും ജിജിയും, സഹോദരിമാർ ജിലുവും പ്രിയായും. അങ്ങനെ വലിയ സന്തോഷത്തിൻ്റെ നിറവിലും തികവിലുമാണ് നമ്മൾ.
ഇരുഭാഗത്തെയും മാതാപിതാക്കളും അവരുടെ മറ്റു മക്കളും എല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ അതിലൊരു പൂർണ്ണതയുണ്ട്. അതും ദൈവത്തിൻ്റെ കൃപയാണ്. അങ്ങനെ ഈശോ ഈ ദേവാലയത്തിൽ ഇവരെ ചേർന്ന് ഇണകളായിട്ട് അടുപ്പിച്ച് ഇരുത്തിയിരിക്കുകയാണ്. ഇനി അവർ ഇണക്കമുള്ളതുപോലെ ജീവിച്ചാൽ മതി. അതാണ് നമ്മുടെ പ്രാർത്ഥന. ദൈവം കൊണ്ടും തിരുത്തിയിരിക്കുന്നതാണ്. ചേർന്ന ഇണകൾ. ആ ചേരുവയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. തടത്തലച്ചനെയും മറ്റു അച്ഛന്മാരെയും എല്ലാം ഒരിക്കൽ കൂടെ ഞാൻ ഓർക്കുന്നു. പരിശുദ്ധ അൽഫോൻസാമ്മയോട് പ്രാർത്ഥനകൾ യാചിക്കുന്നു. ഉദ്ധിതനായ ഈശോ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയ ആ പുത്തൻ വീഞ്ഞ് നിങ്ങളുടെ കൂട്ടത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.